KT ജലീലിൻ്റെ ഒരു പരാമർശം വരുന്നുണ്ട്. ഇതിലൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടിയാണ്. മുസ്ലിം ലീഗുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. മുസ്ലിം ലീഗും SNDPയും പിന്നാക്ക മുന്നണി രൂപീകരിച്ച് ഒരുമിച്ച് നിന്നവരാണ്. പക്ഷെ പിന്നീട് എന്താണ് സംഭവിച്ചത്? ലീഗ് ബന്ധത്തെ സാരവത്കരിച്ചുകൊണ്ട് ലീഗിന് എന്താണ് അവിടെ സംഭവിച്ചത് എന്നൊക്കെയുള്ളത്, എന്തുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ പറയുന്നു, അതിനൊക്കെ ലീഗ് നേതൃത്വമാണ് മറുപടി പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. നീണ്ടൊരു പ്രതികരണമാണ്, ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല എന്നത് ഉൾപ്പെടെ. ഗോകുൽ K വേണുഗോപാലുണ്ട്. ഗോകുൽ, വിവിധ വിഷയങ്ങളിലുള്ള പ്രതികരണമാണല്ലോ KT ജലീലിൻ്റെത്. തീർച്ചയായും അനുജ, പല വിഷയങ്ങളിൽ KT ജലീൽ പ്രതികരണം നടത്തിയിട്ടുണ്ട്. അതിലൊന്നാണ് ഈ പറയുന്നത് പോലെ സജി ചെറിയാൻ്റെ അഭിപ്രായം തനിക്കില്ല എന്ന് KT ജലീൽ പറയുകയാണ്. കാരണം മലപ്പുറം, കാസർഗോഡ് പോലെയുള്ള പ്രദേശത്തിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ടായിരിക്കും അവിടെ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത്. മുസ്ലിം ലീഗിൽ മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വളരെ കുറവായിരിക്കും. മുസ്ലിം ലീഗിലും BJPയിലും ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. അതിനാൽ തന്നെ അവിടെ നിന്ന് ജയിച്ചു വരുന്ന ആളുകൾ മുസ്ലിങ്ങളായിരിക്കും. അതിനെ ആ രീതിയിലായിരിക്കും കാണേണ്ടത്. എന്തടിസ്ഥാനത്തിലാണ് സജി ചെറിയാൻ ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത് എന്ന് തനിക്കറിയില്ല, തനിക്ക് ഈ അഭിപ്രായമില്ല എന്ന് KT ജലീൽ പറയുകയാണ്. കാരണം മുസ്ലിം ലീഗ് ജയിക്കുക അല്ലെങ്കിൽ മുസ്ലിം ലീഗ് മത്സരിക്കുക മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മേഖലകളിലായിരിക്കും. ബഹുഭൂരിപക്ഷം ആളുകളും മുസ്ലിങ്ങളായിട്ടുള്ള മുസ്ലിം ലീഗിൽ തീർച്ചയായിട്ടും ജയിച്ചു വരുന്ന ആളുകളും മുസ്ലിങ്ങൾ തന്നെയായിരിക്കും. അതിനെ സജി ചെറിയാൻ പറഞ്ഞ രീതിയിൽ പറയേണ്ടതില്ല, അതിനെ ആ രീതിയിൽ വ്യാഖ്യാനിക്കാൻ താനില്ല എന്നൊരു മറുപടിയാണ് ഈ പറയുന്നത് പോലെ സജി ചെറിയാൻ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവനയിൽ വെള്ളാപ്പള്ളിയെ സജി ചെറിയാൻ KT ജലീൽ ചേർത്ത് നിർത്തുകയാണ്. വെള്ളാപ്പള്ളി മുസ്ലിം ലീഗിനെയോ മലപ്പുറത്തെയോ കുറ്റം പറയുന്നതിനെ മുസ്ലിങ്ങൾക്കെതിരെയായി ദുർവ്യാഖ്യാനം നടത്തുകയാണ് എന്നൊരു പരാമർശം കൂടി KT ജലീൽ പങ്കുവെക്കുന്നു. കാരണം നേരത്തെ പിന്നോക്ക മുന്നണിയൊക്കെ രൂപീകരിച്ച് ഒരുമിച്ച് നിന്ന ആളുകളാണ് മുസ്ലിം ലീഗും SNDPയും. നേരത്തെ വെള്ളാപ്പള്ളിയും മുസ്ലിം ലീഗും ഒരുമിച്ച് നിന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് മുസ്ലിം ലീഗിന് മന്ത്രിസ്ഥാനം ലഭിച്ച സമയങ്ങളിൽ SNDPക്ക് ആവശ്യമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നൽകാത്തതിനെ ചൊല്ലിയാണ് ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. അതിനെ മുസ്ലിം ലീഗിനെതിരെയുള്ള വെള്ളാപ്പള്ളിയുടെയോ അല്ലെങ്കിൽ SNDPയുടെയോ വിമർശനങ്ങൾ മലപ്പുറത്തിനും മുസ്ലിങ്ങൾക്കും എതിരെയായി മാറ്റുന്നത് അത് പ്രത്യേക താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് അജണ്ടയാണ് എന്ന് പറയുന്നു. മറുപടി പറയേണ്ടത് മുസ്ലിം ലീഗ് നേതൃത്വമാണ് എന്നാണ് KT ജലീൽ പറയുന്നത്. അതായത് എന്തൊക്കെയാണ് മുസ്ലിം ലീഗ് മന്ത്രിസ്ഥാനം കയ്യാളിയ സമയത്ത് SNDP കൊടുത്തത് എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ മറുപടി നൽകാൻ മുസ്ലിം ലീഗ് തയ്യാറാവണം. അവർ ഒളിച്ചോടുകയാണ്. മറുപടി നൽകാൻ മുസ്ലിം ലീഗ് തയ്യാറാവാത്തത് അത്തരത്തിലൊന്നും കൊടുക്കാത്തത് കൊണ്ടാണ് എന്ന് KT ജലീൽ പങ്കുവെക്കുന്നു. അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയതുമായി ബന്ധപ്പെട്ടും KT ജലീലിന് വ്യക്തമായ മറുപടിയുണ്ട്. 90 വയസ്സ് പിന്നിട്ട വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റാതെ പോയാൽ മുഖ്യമന്ത്രിയെ പോലെ മനുഷ്യത്വരഹിതമായി പെരുമാറുന്ന ആരെങ്കിലും ഉണ്ടാവുമോ എന്ന ഒരു ചോദ്യമായിരിക്കും പൊതുജനങ്ങളിൽ നിന്നുണ്ടാവുക എന്ന് KT ജലീൽ പറയുന്നുണ്ട്. വെള്ളാപ്പള്ളിയേക്കാൾ വർഗീയവാദിയായിട്ടുള്ള സന്ദീപ് വാര്യരെയൊക്കെ കൂടെ കൂട്ടാൻ മുസ്ലിം ലീഗ് നടക്കുന്നില്ലേ, സന്ദീപ് വാര്യരെ ഇപ്പോൾ പൊക്കിക്കൊണ്ട് നടക്കുന്നില്ലേ എന്നൊക്കെയുള്ള വലിയ നീണ്ട ഒരു പ്രതികരണമാണ് ഈ പറയുന്ന KT ജലീലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. BJP നേതാക്കന്മാരുടെ ഉൾപ്പെടെയുള്ള ആളുകളുടെ കല്യാണത്തിന് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾക്ക് സമ്മാനപ്പൊതികളുമായിട്ട് പോകുന്ന മുസ്ലിം ലീഗ് നേതാക്കളെയൊക്കെ കാണാൻ വേണ്ടി സാധിക്കും. വെള്ളാപ്പള്ളിയുടെ വിഷയത്തിൽ മുഖ്യമന്ത്രി ഒരു നിലപാടെടുക്കുന്നു, എന്നാൽ BJPയുമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ കാര്യത്തിൽ മുസ്ലിം ലീഗ് മറ്റൊരു നിലപാടെടുക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നു. മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ കൺട്രോളിലാണ്, ജമാഅത്തെ ഇസ്ലാമിയുടെ റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ ഉപദേശത്തിനനുസരിച്ചാണ് മുസ്ലിം ലീഗ് പ്രവർത്തിക്കുന്നത് എന്ന രീതിയിൽ വലിയൊരു വിമർശനം മുസ്ലിം ലീഗിനെതിരെ KT ജലീൽ പങ്കുവെക്കുകയാണ്. 4ാം തവണ മത്സരിക്കാനുണ്ടോ, വീണ്ടും KT ജലീൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തോടും അദ്ദേഹത്തിന് മറുപടിയുണ്ട്. പാർട്ടി പറയുകയാണെങ്കിൽ മത്സരിക്കും, അതല്ല എങ്കിൽ മാറി നിൽക്കാൻ തയ്യാറാണ്. തുടർച്ചയായി LDFന്റെ ഭാഗത്തു നിന്ന് 4 തവണ മലപ്പുറത്തു നിന്ന് മത്സരിച്ചു വന്ന മറ്റൊരാളില്ല, പുതിയ ആളുകൾക്ക് അവസരം നൽകാൻ തയ്യാറാണ് തുടങ്ങിയ കാര്യങ്ങളും KT ജലീൽ പങ്കുവെക്കുന്നുണ്ട്. അനുജ, അതാണ് മുസ്ലിമുമായി ബന്ധപ്പെട്ട് സജി ചെറിയാൻ നടത്തിയ പ്രസ്താവന. അത് തനിക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്നാണ് KT ജലീൽ പറയുന്നത്. ഓരോ പ്രദേശത്തിന്റെയും സ്വഭാവം അനുസരിച്ച് പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികൾ ഉണ്ടാകുമെന്ന് പറയുന്നു. ഒപ്പം തന്നെ മുസ്ലിം ലീഗിന് എതിരെ രൂക്ഷ വിമർശനം അദ്ദേഹം പതിവ് പോലെ ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വെള്ളാപ്പള്ളി നടേശന് പൂർണ്ണ പിന്തുണയും KT ജലീൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.